കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്കായി, സഭയുടെ ആത്മീക നവോത്ഥാനത്തിനായി, രാജ്യങ്ങളുടെ വിടുതലിനായി ദൈവസഭ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത് രാത്രി ദൈവത്തിൻ്റെ മക്കളോടൊപ്പം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ ശുശ്രൂഷയിൽ എന്നെയും ഒരു ഭാഗമാക്കി മാറ്റിയ ദൈവഭൃത്യനോടും സഭയോടും ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ആമേൻ. ദൈവസഭയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് തോന്നുന്നു 2 വർഷങ്ങൾ ആണെന്ന് തോന്നുന്നു. അതിനിടയിൽ സോഹാറിലുള്ള സന്തോഷ് പാസ്റ്ററിൻ്റെ ദൈവസഭയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു ഫ്രൈഡേ പ്രിയ പാസ്റ്ററുമായിട്ട്, റെനി പാസ്റ്ററുമായിട്ട്, ചർച്ചുമായിട്ട് വന്ന് ശുശ്രൂഷിക്കുവാൻ എനിക്കും ഒരു അവസരം ലഭ്യമായത് ഞാൻ ഇന്ന് രാത്രി ഓർക്കുന്നു. വീണ്ടും ദൈവസഭയിലെ മക്കളെ ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ശുശ്രൂഷിക്കുവാൻ വീണ്ടും കർത്താവ് ഒരുക്കിയ ഈ നിമിഷങ്ങൾ വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണട്ടെ. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ ട്രിവാൻഡ്രത്ത് നിന്ന് ഹവല്ലി കിങ്ഡം ഇൻ്റർനാഷണൽ ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ആമേൻ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും എന്നതിന് യാതൊരു സംശയമില്ല. ഒരു ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഒരു ശുശ്രൂഷയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ആ മീറ്റിങ്ങിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. സോ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന ഒരു ചർച്ചാണ് ഗ്ലോറിയസ് ചർച്ച് എന്ന് എനിക്ക് അറിയാം. ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രവർത്തികൾക്ക് വളരെ പ്രാധാന്യത കൊടുക്കുന്ന ദൈവഭൃത്യന്മാരും ടീം മെമ്പേഴ്സുമാണ് ഈ ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. സോ ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യത കൊടുക്കുന്നത് പരിശുദ്ധ റൂഹായ്ക്കാണ്. സോ ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. നിങ്ങളുടെ സമയം ഏകദേശം 50-ലധികം ആൾക്കാർ ഈ സമയം ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ഫേസ്ബുക്ക് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും നിങ്ങളുടെ വിലപ്പെട്ട സമയം കർത്താവിന് കൊടുക്കുക. ഇനിയുള്ള ചില മിനിറ്റുകൾ നിങ്ങൾ മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് മാത്രമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ ശബ്ദത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ സാഹചര്യങ്ങൾക്കകത്ത് അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ദൈവത്തിൻ്റെ മകനായി ലോകരാജ്യങ്ങളുടെ മേൽ കുതിച്ചുയരുവാൻ ആത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ 2020 പരിശുദ്ധാത്മാവിന് സഭകളുടെ മേൽ അസാധാരണമായ ചില ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ വെളിപ്പെടുത്തുവാൻ സഭ ഇന്ന് തയ്യാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഖപുരകൾ അവസാനിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ വെളിപ്പാടിലേക്ക് കടക്കാം. പുതിയ നിയമസഭ പുറത്തു വന്നത് പഴയ നിയമ യഹൂദനിൽ നിന്നല്ല. പുതിയ നിയമസഭ ജനിച്ചത് പഴയ നിയമ സമാഗമന കൂടാരത്തിൽ നിന്നല്ല. പുതിയ നിയമസഭ ജനിച്ചത് പഴയ നിയമ സിനഗോഗിൽ നിന്നല്ല. പുതിയ നിയമസഭ ഭൂമിയിൽ ജനിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. ഇത് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഞാനും നീയും ജനിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. അതുകൊണ്ട് പുതിയ നിയമസഭ ചലിക്കുന്നത് അറിവുകളിലല്ല, ഇൻഫർമേഷനിലല്ല, റെവലേഷനിലാണ്. പുതിയ നിയമസഭ എന്ന ഞാനും നിങ്ങളും അടിസ്ഥാനമിട്ടിരിക്കുന്നത് ആരോ പറഞ്ഞ അറിവുകളിലല്ല, സ്വർഗം തന്റെ ആത്മാവിൽ സഭയ്ക്ക് വെളിപ്പെടുത്തിയ വെളിപ്പാടുകളാണ്. പുതുനിയമസഭ എവിടെയും എപ്പോഴും ഏത് സാഹചര്യത്തിലും തല ഉയർത്തി മരണത്തെ പോലും നേരിട്ട് മരണത്തെ പോലും തോൽപ്പിക്കാൻ അപ്പോസ്തലന്മാർക്ക് പ്രാപ്തി നൽകിയത് അവരുടെ പാരമ്പര്യമല്ല, അവരുടെ കഴിവല്ല, അവരിൽ വ്യാപരിച്ച ആത്മാവും ആ ആത്മാവിൽ അവർക്ക് സ്വർഗം പകർന്നു നൽകിയ വെളിപ്പാടുമാണ്. കാരാഗ്രഹങ്ങളെ അത്ഭുതമാക്കിയത്, ചങ്ങലകളെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാക്കിയത്, മരണത്തെ പോലും മഹത്വത്തിന് കാരണമാക്കി മാറ്റിയത് അവരുടെ അകത്ത് വെളിപ്പെട്ട വെളിപ്പാടാണ്. സോ ഇന്ന് രാത്രി വെളിപ്പാടുള്ള സഭ എഴുന്നേൽക്കട്ടെ. ഗ്ലോറിയസ് ഇന്റർനാഷണൽ ചർച്ച് വെളിപ്പാടിൽ ഒമാനിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. പാസ്റ്റർ, ഇന്ന് രാത്രി വെളിപ്പാടുകൾ കൊണ്ട് കർത്താവ് നമ്മുടെ സഭയെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു.
നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പാടുകൾ തുറക്കട്ടെ. ആമേൻ. മാതാപിതാക്കളുടെ ആത്മമണ്ഡലത്തിൽ വെളിപ്പാടുകൾ തുറക്കട്ടെ. തലമുറകൾ ജീവിക്കേണ്ടത് പാരമ്പര്യങ്ങളിലല്ല, വെളിപ്പാടുകളിലാണ്. ആരാധിക്കുവാൻ അറിയാം എന്നതുകൊണ്ടല്ല സഹോദരങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നത്, ആരാധനയെക്കുറിച്ചൊരു വെളിപ്പാടുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥിക്കാൻ അറിയാം എന്നതുകൊണ്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനയെക്കുറിച്ചൊരു വെളിപ്പാടുള്ളത് കൊണ്ടാണ്. എന്തിനാണ് ഈ സഭ 21 ദിവസം ഇങ്ങനെ ഉപവസിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വെറുതെ അവർ പ്രാർത്ഥിക്കുകയല്ല, ഈ പ്രാർത്ഥനയ്ക്കകത്ത് അവർക്ക് ലഭ്യമായ വെളിപ്പാടാണ് ഈ സാഹചര്യത്തിലും ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ പ്രാർത്ഥന നടത്തുന്നത്. ചിലർക്ക് തോന്നാം, എന്തിനാണ് ഈ പ്രാർത്ഥന, എന്തിനാണ് ഈ പാഴ്ചലെന്ന്. ആമേൻ. വെളിപ്പാടുള്ളവൻ അറിയാം പ്രാർത്ഥനയിൽ ചലിക്കുന്നൊരു ദൈവകരം. വെളിപ്പാടുള്ളവൻ അറിയാം ആരാധനയിൽ ചലിക്കുന്നൊരു ദൈവകരം. വെളിപ്പാടുള്ളവൻ അറിയാം അതിശക്തമായൊരു ദൈവകരം. ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു, ആ ഒമാനിൽ, മസ്കറ്റിൽ, സൊഹാറിൽ വെളിപ്പാടുള്ള ഒരു തലമുറ ജനിക്കുകയാണ്. ദൈവസഭകളിൽ നിന്ന് വെളിപ്പാടുള്ള ഒരു സമൂഹം ജനിക്കുകയാണ്. അന്ത്യകാല ഉണർവ് വെളിപ്പാടുള്ളവന്റെ കയ്യിലാണ്. സോ ഇന്ന് നാളെയുമായി നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ മരണ താഴ്വരയിൽ എന്ന് ലോകം വിളിച്ച പത്മോസിന്റെ താഴ്വരയിൽ നിന്നും അതിശക്തമായ വെളിപ്പാടിന്റെ കലവറകളെ തുറന്ന് മരണത്തിന്റെ താഴ്വരയെ മഹത്വത്തിന്റെ ഇടമാക്കി മാറ്റിയ ആ പത്മോസിൽ നിന്നും യോഹന്നാനോടൊപ്പം ക്രിസ്തു വെളിപ്പെടുത്തിയ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത് വേദഭാഗം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വേദപുസ്തകമുള്ളവർ എടുത്തോ, നോട്ട് ചെയ്യാൻ കഴിയുന്നവർ ബുക്കെടുത്തോ. നിന്നോടുള്ള പ്രവചന ശബ്ദങ്ങൾ ആരംഭിക്കുകയാണ്. പത്മോസിന്റെ ഏകാന്തതയിൽ നിന്ന്, മരണത്താഴ്വരയിൽ നിന്ന് മഹത്വധാരിയായ ക്രിസ്തുവിന്റെ വെളിപ്പാടിത അപ്പോസ്തലനായ യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. I was in the spirit on the Lord's day. I was in the spirit. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ആ പദം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം റിലീസ് ആകട്ടെ. I was in the spirit. ലോകം പറയുന്നു you are in trouble, മീഡിയ പറയുന്നു you are in trouble. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഭ പറയുന്നു I was in spirit, I am in spirit. മണ്ണീർത്തോടിന കാംക്ഷിക്കുമ്പോ തയ്യാറാക. ഒരു പ്രസംഗം കേൾക്കാനല്ല, എനിക്ക് ആത്മാവിന്റെ ശുശ്രൂഷ അനുഭവിക്കണം. ഞങ്ങൾക്ക് ആവശ്യം ഒരു പ്രസംഗക്കുറിപ്പല്ല, ആത്മാവിന്റെ യാഥാർത്ഥ്യമായ ജീവിതമാണ്. ആത്മാവിനായി വാഞ്ചിക്കുന്നേ ആ ജീവനീരനിക്കേടണേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലേ, ആ ജീവനീ എനിക്കേടണേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, അങ്കിൾമാരെ ഒന്ന് പാടി. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്ത, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോട്, ആഴത്തിലെന്നോട് ഇടപെടണേ. യേശുവേ
ആത്മാവിലെന്നോടും ഞങ്ങളോട് സംസാരിക്കും. എന്റെ മക്കൾ ക്രിസ്തുവിൽ ജയം പ്രാപിക്കും, ആത്മാവിൽ അവർ ജീവൻ പ്രാപിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ നിമിഷം ദൈവവചന വെളിപ്പാടിലേക്ക് കടക്കട്ടെ. കർത്താവ് ചിലപ്പോൾ ഇതിനകത്ത് പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു എങ്കിൽ നിങ്ങളെ നോട്ട് ചെയ്യും. ഒരു ദൈവശബ്ദം ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾക്ക് വരാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോട്ട് ചെയ്താൽ നിങ്ങളെ ഫോക്കസ് ചെയ്ത് ദൂത് പറയും. പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കും. സോ മുൻവിധികളെല്ലാം മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയാത്തത് നമ്മുടെ തലച്ചോറിനകത്ത് മുൻവിധികൾ ഉള്ളതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പരിവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിൽ പരിവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷയിൽ പരിവർത്തിക്കണമെങ്കിൽ മുൻവിധികളോടെ നീ ഇരുന്നിട്ട് കാര്യമില്ല. സോ എല്ലാ മുൻവിധികളും ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് പറഞ്ഞേ, ഞാൻ ഇവിടെ എത്തിയത്, ഈ പൊസിഷനിൽ എത്തിയത്, ഇന്ന് ഞാൻ പ്രാപിച്ചത്, ഞാൻ നേടിയത് ഒന്നും എൻ്റെ എബിലിറ്റിയിലല്ല, ആത്മാവ് എനിക്ക് തന്നതാണ്. ഈ ചിന്ത ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ ആ വ്യക്തിയുടെ മുഖത്ത് എന്ത് സംഭവിക്കുന്നറിയോ? മീറ്റിങ്ങിനകത്ത് ഒരു സബ്മിഷൻ ഉണ്ടാവും, ഒരു സമർപ്പണം. നിങ്ങളുടെ ഫേസിൽ നിന്ന് അത് കാണട്ടെ, ഒരു സമർപ്പണം. ഒരു പക്ഷെ നിങ്ങൾ ലോകപരമായി ഉന്നതന്മാരായിരിക്കാം, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തവർ ഇതിനകത്തുണ്ടാകാം. പക്ഷെ ഓരോ നിമിഷവും നീ അറിയണം, നിന്നെ എവിടെയെങ്കിലും എത്തിച്ചെങ്കിൽ അത് ആത്മാവാണ്. സ്തോത്രം. ആ ആത്മാവ് നമ്മെ എത്തിച്ചതിൻ്റെ പിറകിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം. ഒരുപക്ഷെ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഭയം ഉണ്ടാകാറുണ്ട്. ചിലർ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുന്ന ആ ആഴ്ചയിൽ വലിയ ഒരുക്കം നടത്താറുണ്ട്. ആത്മലോകത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപക്ഷെ വലിയ പാരമ്പര്യം എനിക്കില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല, അപ്പൻ്റെ അപ്പൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ അപ്പാപ്പൻ രാഘവൻ അറിഞ്ഞിട്ടില്ല, അപ്പൻ മോഹനൻ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ യേശുവിനെ അറിയാതെ മരിച്ചുപോയവരാണ്. പക്ഷെ ആ കുടുംബത്തിൽ ഇന്ന് കർത്താവിനെ പ്രസംഗിക്കാൻ എനിക്ക് ലഭിച്ചത് ദൈവകൃപയാണ്. സ്തോത്രം. സോ അപ്പോൾ വലിയ പാരമ്പര്യമൊന്നും എനിക്ക് പറയാറില്ല, പക്ഷെ ഞാൻ കണ്ട കാര്യങ്ങൾ പറയാം. ഈ വെളിപ്പാട് പുസ്തക പഠനം അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുന്ന ആ ഒരാഴ്ചയിൽ നമ്മുടെ ആത്മീയർക്ക് ഭയങ്കര ഒരുക്കമാണ്. എന്ന് പറഞ്ഞാൽ അവർ ഒരുങ്ങിക്കളയും. വീട്ടിലൊരുക്കം, നാട്ടിലൊരുക്കം, എല്ലായിടത്തും ഒരുക്കമാണ്. എന്താണ്? മാറാനാഥ, യേശു വരുന്നു, യേശു വരുന്നു. എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ യാതൊരു ചലനവും ആ വീട്ടിലില്ല, വ്യക്തിയിലില്ല. പിന്നെ ഇവൻ ഒരുക്കം വരണമെങ്കിൽ യേശു രണ്ടാമത് വരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും യേശു വരുന്നു, യേശു വരുന്നു എന്ന് പറയുമ്പോഴാണ് ചിലർക്കൊരു ഭയം, ചിലർക്കൊരു ഒരുക്കം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് 3 വയസ്സായൊരു മകനുണ്ട്. എൻ്റെ മകൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ വൈഫ് പറയും, പപ്പ ഇപ്പോൾ വരും എന്ന് പറയുമ്പോൾ അവൻ്റെ അകത്തൊരു പേടി തോന്നുന്നത് അപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെയോ അപ്പൻ വന്നാൽ ചിലപ്പോൾ അവന് അടി കിട്ടും എന്നുള്ള ഭയം കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, യേശു വരുന്നു എന്ന് കേൾക്കുമ്പോൾ, യേശു വരുമെന്ന് പറയുമ്പോൾ നിന്റെ അകത്തുനിന്ന് റിവീൽഡ് ആകേണ്ടത് ദ സ്പിരിറ്റ് ഓഫ് ഫിയർനെസ് അല്ല, ദ സ്പിരിറ്റ് ഓഫ് ലവ് ആണ്, യേശുവിനുള്ള സ്നേഹമാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം നമ്മൾ കേൾക്കുമ്പോൾ പലരും ഭയപ്പെടാറുണ്ട്, പലർക്കും പലതും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, വേദപുസ്തകത്തിൽ അതിശക്തമായ വെളിപ്പാട് സ്വർഗം തുറന്നു കൊടുത്തത് യോഹന്നാനിലൂടെയാണ്. സ്തോത്രം. ഇതിനകത്ത് ശുശ്രൂഷകന്മാരുണ്ടല്ലോ, എല്ലാവരും ടച്ച് ചെയ്ത് ഞാൻ ശുശ്രൂഷിക്കാം. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭ അധ്യായത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭ അധ്യായത്തിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, സഭയിൽ 1000ങ്ങളും 10,000ങ്ങളും ഒക്കെ സ്നാനപ്പെട്ടപ്പോൾ, അതിശക്തമായ മൂവ് സഭയ്ക്കുണ്ടാകുമ്പോൾ ആ ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടു, പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ചെല്ലുന്നു, ഉടൻ തന്നെ സൗഖ്യമാക്കുന്നു. പിന്നെ പല സ്ഥലങ്ങളിൽ മാത്രമേ അദ്ദേഹത്തെ
കാണുന്നുള്ളൂ. പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ നമ്മൾ കാണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ആ പത്രോസിനെ കാണുന്നത് പോലെ, സ്തേഫാനോസിനെ ദർശിക്കുന്നത് പോലെ, പൗലോസിനെ റിവീൽ ചെയ്തിരിക്കുന്നത് പോലെ യോഹന്നാനെ നമ്മൾ കാണുന്നില്ല. ചിലർ പറയും അവൻ്റെ ശുശ്രൂഷ അവസാനിച്ചു, ചിലർ പറയും അവൻ കൃപയിൽ നിന്ന് പോയി, ചിലർ പറയും അവൻ തീർന്നു. ഇത് ആത്മീയരുടെ ഭാഷയാണ്. ആമേൻ, സ്തോത്രം. അവനെ കാണാനില്ല. പല ചാപ്റ്ററുകളിൽ യോഹന്നാനില്ല, പല അത്ഭുതങ്ങളിൽ യോഹന്നാനില്ല, പല ഉണർവിൻ്റെ പ്ലേസുകളിൽ യോഹന്നാനില്ല. അപ്പോഴും ചരിത്രം പറയുന്നു എഫെസോസിന്റെ പാസ്റ്ററായി വയോവൃദ്ധനായൊരു മനുഷ്യൻ സഭയ്ക്കകത്തുണ്ട്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, നീ അത്ഭുതങ്ങളുടെ ചാപ്റ്ററിൽ ഇതുവരെ നിന്നെ കണ്ടില്ലെങ്കിലും, വീര്യപ്രവർത്തികളുടെ ചാപ്റ്ററുകളിൽ നിന്റെ കുടുംബം ഇതുവരെ വന്നില്ലെങ്കിലും, ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം, നീ അത്ഭുതങ്ങളുടെ ചാപ്റ്ററിൽ എത്തിയില്ലെങ്കിലും ഇന്നും നീ പ്രാർത്ഥനയ്ക്കകത്തുണ്ട് എന്നതാണ് ആമേൻ പിശാച് ഭയക്കുന്നത്. കാരണം നീ എപ്പോൾ വേണമോ ഒരു അത്ഭുതമായി മാറാം. ഓ ജീസസ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ കാണുകയാണ്, വ്യക്തമായി ചിലരെ ദർശിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ, ഞാൻ ഉപവസിക്കാത്തത് കൊണ്ടാണോ, എനിക്ക് പ്രവചനം ഇല്ലാത്തത് കൊണ്ടാണോ? എത്ര ദൂത് ഞാൻ കേട്ടു, എത്ര വാഗ്ദത്തം ഞാൻ കേട്ടു. ഞാൻ കേട്ട വാഗ്ദത്തം എഴുതാൻ തുടങ്ങിയാൽ ആമേൻ 2 ബുക്ക് വേണം. പക്ഷെ എന്നിട്ടും പാസ്റ്ററെ ആ വാഗ്ദത്തത്തിനകത്ത് ഞാൻ എത്തിയില്ല, എന്നിട്ടും ആ പ്രവചനത്തിന്റെ ചാപ്റ്ററിൽ ഞാൻ എത്തിയില്ല. പലപ്പോഴും പലരും അത്ഭുതങ്ങൾ പറയുന്നു, പലരും വീര്യപ്രവർത്തികൾ പറയുന്നു. അപ്പോൾ എനിക്ക് മാത്രം പറയാൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇന്ന് ആത്മാവിൽ എന്നോട് പറയുന്നു, കർത്താവ്, ഈ 21 ഫാസ്റ്റിംഗ് പ്രയറിൽ കഴിഞ്ഞ കുറെ നാളുകളായി ദൈവപ്രവർത്തി പറയാനില്ലാതെ പോയ ചില ഭവനങ്ങൾക്ക് ഈ മീറ്റിംഗിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ പറയാൻ കഴിയുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞോ, അത് ഞാനാണ്. അങ്ങനെ ആത്മാവ് ചിലരെ കാണിക്കുന്നു. കുറെ നാളുകളായിട്ട് ഒരു ദൈവപ്രവൃത്തി പറയാനില്ല, പറയുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ്. പാസ്റ്ററിനെ വിളിച്ചു പറയുന്നത് മുഴുവൻ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. പാസ്റ്ററോട് പറയാനുള്ളത് മുഴുവൻ വേദനിക്കുന്ന അനുഭവങ്ങളാണ്. ഒരത്ഭുതം പറയാനില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത് ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചെന്ന്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ പല താളുകളിലും യോഹന്നാൻ ഇല്ല. പക്ഷേ യോഹന്നാന് വേണ്ടി ദൈവം മാറ്റിവെച്ചത് ആമേൻ ഒരു പുസ്തകത്തിന്റെ 1-2 അധ്യായങ്ങളല്ല, ഒരു പുസ്തകത്തിന്റെ 1-2 അധ്യായങ്ങളിലെ ആമേൻ 2-3 സെന്റൻസുമല്ല. ദൈവത്തെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്നവന് സ്വർഗം മാറ്റിവെച്ചത് ഒരു പുസ്തകമാണെങ്കിൽ, ഇന്ന് ആത്മാവിൽ തന്നെ ആമേൻ ഗ്ലോറിയസ് ഇന്റർനാഷണൽ ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ലോക രാജ്യങ്ങളോട്, ഞങ്ങളെ കാണുന്നവരോട് ആത്മാവിൽ ഞങ്ങൾ പ്രൊഫറ്റിക്കൽ പ്രൊക്ലമേഷൻ ചെയ്യുന്നു. നിനക്ക് വേണ്ടി ദൈവം ചില പുസ്തകങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. കണ്ണുനീരിന്റെ ചാപ്റ്ററിൽ നിന്ന്, വേദനയുടെ ചാപ്റ്ററിൽ നിന്ന് അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് അവൻ നിന്നെ കടത്തുക തന്നെ ചെയ്യും. ഞാനിത് പറയുമ്പോ എന്റെ മക്കൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് അരവിന്ദ് മോഹൻ പാസ്റ്ററിന്റെ പ്രസംഗമാണ്. അരവിന്ദ് മോഹൻ പാസ്റ്റർ ഒരു കാര്യം പറയുന്നെങ്കിൽ അത് അനുഭവിച്ചേച്ച് പറയുകയാണ്. ഇതെന്റെ മെസ്സേജ് അല്ല, ഇതെന്റെ അനുഭവമാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, ഇന്ന് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ചാപ്റ്ററുകൾ കണ്ണുനീരാണോ, നിരാശകളാണോ, ഒറ്റപ്പെടലുകളാണോ? ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടി അടുത്ത ചാപ്റ്ററുകൾ ദൈവം ഒരുക്കുന്നുണ്ട്. നിങ്ങളത് കാണുന്നില്ല, പക്ഷെ സ്വർഗം അത് ഒരുക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ശാപമായി, നിന്ദയായി, അപവാദമായി നീ മാറി നിന്നെങ്കിൽ ഈ രാത്രി വിശ്വസിക്ക്, ഞങ്ങൾക്കും ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ കുടുംബമായിട്ട് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നെങ്കിൽ അടുത്തിരിക്കുന്നവരെ കരം പിടിച്ചിട്ട് പറഞ്ഞേ, എനിക്കും ഒരു ചാപ്റ്റർ ഉണ്ട്. സക്രിയാച്ച ആമേൻ അങ്ങനെ ഒരു ആളിനെ കാണുന്നു, 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൂത് സ്വീകരിക്കുന്ന സക്രിയാങ്കിൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ ദൂത് റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫിൽ, കുടുംബത്തിൽ, തലമുറകളിൽ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ പ്രൈസ് യു ജീസസ്. പലർക്കും നിന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നിനക്ക് പറയാനുള്ളത്. പലരും അത്ഭുതങ്ങൾ പറയുമ്പോൾ അവരുടെ നടുവിൽ ചെന്ന് നീ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എനിക്കും പറയാൻ ചില കാര്യങ്ങൾ ഇതുവരെ കിട്ടിയില്ലല്ലോ. എങ്കിലൊരു മകനെ പോലെ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നു. റെഡി ആയിക്കോ. ആമേൻ. കാത്തിരിക്കുന്നവന് വേണ്ടി പുതിയൊരു ചാപ്റ്റർ തുറന്നുകൊണ്ട് അത്ഭുതമാക്കി മാറ്റിയ ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. Praise you, Jesus. Hallelujah. കർത്താവിനോട് വീണ്ടും വീണ്ടും പറയുന്നു, വളരെ വേദനിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്.
കാരണം അങ്ങനെ തന്നെ എന്നോട് കർത്താവ് വീണ്ടും പറയുന്നു. ഒരുപാട് ടെസ്റ്റ് മണികൾ കേൾക്കുമ്പോൾ ഹൃദയം തകർന്നവർ ഇതിനകത്തുണ്ട്. ഒരുപാട് പേര് ടെസ്റ്റ് മണി പറയുമ്പോൾ ഹൃദയം തകർന്നവർ ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാ കർത്താവ് എന്നാ ഞാൻ ഇങ്ങനെ ഒന്ന് പറയുന്നേ? സ്തേഫാനോസിന് പറയാൻ, ഫിലിപ്പോസിന് പറയാൻ, പൗലോസിന് പറയാൻ വലിയ വലിയ കാര്യങ്ങളുള്ളപ്പോൾ എഫെസോസിലെ സഭയിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇരിക്കുക. ആമേൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പറഞ്ഞു കാണും, യോഹന്നാൻ പാസ്റ്റർ എന്തിനാ ഇരിക്കുന്നേ, അപ്പോസ്തലൻ ജോൺ എന്തിനാ ഇരിക്കുന്നേ? ദേ നോക്ക്, ഇന്നലെ വന്ന സ്തേഫാനോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ച് അസാധാരണ വെളിപ്പാട് കണ്ട് അദ്ദേഹം മരിച്ചു. ആമേൻ. ജാതികളിൽ നിന്ന് കയറി വന്ന ജാതികളുടെ അപ്പോസ്തലനായി ആമേൻ പൗലോസ് അപ്പോസ്തലൻ ദേ ലോകം മുഴുവൻ പിടിച്ചടക്കുന്നു. പത്രോസ് ദേ യെരുശലേമിൽ ഉണർവിന്റെ വക്താവായി നിൽക്കുന്നു. അച്ഛാന് മാത്രം എന്താ അച്ഛ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പോഴും ആ വൃദ്ധൻ ഒന്നേ പറയാനുള്ളൂ, എൻ്റെ അകത്തൊരു വലിയ ദൂതുണ്ട്. ഇവരൊക്കെ ആമേൻ പെട്ടെന്ന് മരണം കൊണ്ട് അവസാനിക്കുമ്പോഴും മരണം കൊണ്ട് അവസാനിക്കാത്തൊരു ദൂതന്റെ അകത്തുണ്ട്. എത്ര പേർക്ക് ഇന്ന് നിങ്ങൾ കേട്ട പ്രവചനങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് എടുത്തു പറയാൻ കഴിയും? ആമേൻ. ആ മനുഷ്യൻ പറയും, ഇവരൊക്കെ അവസാനിക്കുമ്പോഴും എന്നെ അവസാനിപ്പിക്കാതെ ദൈവം നിർത്തിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് കാഴ്ചക്കാരനാകാനല്ല, അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ്. തകർന്നു പോകേണ്ട പ്രതിസന്ധികളിൽ ദൈവം നിന്നെ നിലനിർത്തിയില്ലേ? 2020 COVID-19 വന്ന് എല്ലാം തകർക്കുമെന്ന് പറഞ്ഞപ്പോഴും ഈ ഓഗസ്റ്റ് മാസം ഈ ഡേറ്റ് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലേ? നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ലേ? സഭയുടെ മീറ്റിങ്ങുകളും ഹാളുകളും അടച്ചെങ്കിലും ഇവിടെ മീറ്റിംഗ് കുറഞ്ഞിട്ടില്ല, ദൈവവചന പ്രഘോഷണം കുറഞ്ഞിട്ടില്ല, അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഞാനൊക്കെ പറയുമായിരുന്നു ഭൂലോകം മുഴുവൻ പ്രസംഗിക്കുമെന്ന്. കർത്താവിന് ആവശ്യം അരവിന്ദ് മോഹൻ എല്ലാ രാജ്യത്തും പോകണമെന്നല്ല, അരവിന്ദ് മോഹന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാട് എല്ലാ രാജ്യത്തും പോകണമെന്നാണ്. അത് സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഈ സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാം അത്ഭുതപ്പെടുന്ന ഒരു ചാപ്റ്റർ നമുക്കായി തുറക്കും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു. അപ്പൊ നമുക്കാണ് ഇതൊക്കെ പ്രശ്നം. കർത്താവ് പ്രവർത്തിക്കുക. എന്നോട് ഒരാൾ ചോദിച്ചു, പാസ്റ്റർക്ക് ഭയമില്ല? അതെന്താ പാസ്റ്റർ? കൺവെൻഷൻ വേദികളൊക്കെ ക്ലോസ് ആയി, ഇനിയൊരു കൺവെൻഷൻ എന്നാന്ന് നമുക്കറിയില്ല. പാസ്റ്റർ ഇത്രയും ശുശ്രൂഷകളൊക്കെ ബിൽഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ക്ലോസ് ആയില്ലേ? നിങ്ങൾക്ക് ഭയമില്ല? ഞാനും ചിന്തിച്ചു, കർത്താവ് ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു ശബ്ദമാണ് നിങ്ങളോട് ഞാൻ പറയാം. കർത്താവിനോട് പറഞ്ഞതാണ്, മോനെ, ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളോട് നിങ്ങൾ കടന്നു പോവുക. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഹോളി സ്പിരിറ്റ് ഈസ് ഹിയർ. പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. ആത്മാവിൽ ജീവിക്കുന്ന ആത്മീകരായവർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയുന്ന ഒരു പദമുണ്ട്. ഭൂമിയിൽ കോവിഡിന്റെ വൈറസ് ഉണ്ട്, പ്രതിസന്ധികളുണ്ട്, പക്ഷെ അതിനേക്കാൾ ഞങ്ങടകത്ത് കിടക്കുന്ന ഒരു വെളിപ്പാട്, ഹോളി സ്പിരിറ്റ് ഈസ് ഹിയർ. ഹി ഈസ് നോട്ട് റെസ്റ്റിംഗ്, ഹി ഈസ് വർക്കിംഗ്. അവൻ റെസ്റ്റ് ചെയ്യുകയല്ല, അവൻ പ്രവർത്തിക്കുകയാണ് എന്നിലൂടെ, നിങ്ങളിലൂടെ. ഈ ഓൺലൈൻ ചാനലിലൂടെ ഇതാണ് നമ്മെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നത്, ഇതാണ് നമ്മെ ഇന്നും ബലപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഏതു സാഹചര്യങ്ങളെയും ടേൺ ചെയ്യിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അപ്പോൾ എഫെസോസ് സഭയിൽ വാർദ്ധക്യമായിരുന്നൊരു മനുഷ്യൻ, അത്ഭുതങ്ങളുടെ ചാപ്റ്ററിൽ ഇല്ലാതിരുന്നൊരു മനുഷ്യൻ. എന്നാൽ ആ സമയത്ത് ഡൊമീഷ്യൻ സീസർ യോഹന്നാനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി അറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. എഫെസോസിലെ പാസ്റ്ററിനെ ഡൊമീഷ്യൻ സീസർ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ഒരു ചെറിയ ആളായിട്ട് തോന്നിയത് കൊണ്ടാകണം തിളച്ച എണ്ണയിലെടുത്തിട്ടത്. അത് സർവ്വസാധാരണമായൊരു ശിക്ഷാവിധിയാണ്. വയസ്സായ വാർദ്ധക്യമുള്ളൊരു മനുഷ്യൻ, ഡൊമീഷ്യൻ അദ്ദേഹത്തെ ചെറുതായിട്ട് കണ്ടു. പക്ഷെ ഒരു കഷ്ടതയിലേക്ക് ആ മനുഷ്യനെ എടുത്തിട്ടപ്പോഴാ ഈ മനുഷ്യൻ ഒരു അസാധാരണക്കാരനാണെന്ന് തെളിഞ്ഞത്. സഭയുടെ മുമ്പിൽ വലിയ പ്രതികൂലം വരുമ്പോഴാണ് സഭ ആരാണെന്ന് ലോകം അറിയേണ്ടത്. എല്ലാ വെള്ളിയാഴ്ചയും സോഹാറിൽ വന്ന്
ആരാധനയിൽ കൈയടിച്ച് ചാടിത്തുള്ളി നമ്മൾ ആരാധിച്ച് അന്യഭാഷകൾ പറഞ്ഞ് നമ്മൾ ആത്മാവിൽ നൃത്തം ചെയ്തു. പക്ഷേ സൊഹാറിന്റെ ഹോളിലേക്ക് വരാൻ കഴിയാതെ നിന്റെ വീടിനകത്ത് ഒതുങ്ങേണ്ട ഒരു സാഹചര്യം നിനക്ക് വരുമ്പോഴാ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് എന്താണെന്നും നീ പ്രാപിച്ച അഭിഷേകം എന്താണെന്നും നീ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീക ജീവിതം എന്താണെന്നും തെളിഞ്ഞു വരണം. കഷ്ടതയാണ് യോഹന്നാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രി ദൈവവൈതലേ, ഈ 2020 യേശുവിൻ്റെ സഭ ആരെന്ന് വെളിപ്പെടുത്തും. ഈ 2020 യേശുവിൻ്റെ ശരീരമായ സഭ എന്തെന്ന് വെളിപ്പെടുത്തും. ആമേൻ. ഈ 2020 കർത്താവിൻ്റെ സഭ എന്തെന്ന് വെളിപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ പറയാം, ഈ പ്രതികൂലങ്ങളിൽ നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടട്ടെ. ഈ പ്രശ്നത്തിലാണ് ഡൊമീഷ്യന് മനസ്സിലായത് ഇദ്ദേഹം ഇതുവരെ കണ്ടതിനേക്കാളും അപകടകാരിയാണ്. ഇവിടെയാണ് നിങ്ങളുടെ പ്രാർത്ഥന അപകട നിലകളിലേക്ക് വരേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ആരാധന മറ്റുള്ളവർക്കൊരു അപകടമായി മാറേണ്ടത്. സാത്താന്യ മേഖലകൾക്ക് ആമേൻ നമ്മുടെ ഭവനത്തിലെ പ്രാർത്ഥനയും ആരാധനയും ഒരു അപകടം ജനിപ്പിക്കണം. ഇവിടെ നമ്മൾ സൈലന്റ് ആകുകയല്ല, ഇവിടെ നമ്മൾ നിശബ്ദരാകുകയല്ല, ഇവിടെ നമ്മൾ ഒതുങ്ങുകയല്ല. ഇവിടെയാണ് നമ്മൾ വെളിപ്പെട്ടു വരേണ്ടത്. ഈ പ്രാർത്ഥനകൾ നമ്മെ വെളിപ്പെടുത്തട്ടെ. നിരാശപ്പെട്ടിരിക്കുന്ന ഭവനങ്ങളിൽ പ്രത്യാശ വരട്ടെ. പ്രാർത്ഥനയിൽ മരിച്ചുപോയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതമില്ലാത്ത ചിലരകത്ത് പ്രാർത്ഥനാ ജീവിതം തുറക്കട്ടെ. ദൈവശബ്ദം കേട്ടിട്ട് നാളുകളായ വീടുകൾക്ക് ദൈവശബ്ദം വരട്ടെ. ആത്മാവിൻ്റെ പ്രസൻസ് സെൻസ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ചില ഭവനങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകട്ടെ. അതാണ് യേശുവിൻ്റെ ശരീരമായ സഭ. യോഹന്നാനെ പിന്നെ ഒരു ശിക്ഷാവിധിക്ക് നിർത്തിയില്ല, നേരെ നാടുകടത്തി. നിങ്ങൾക്കതറിയാം. പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. പത്മോസ് എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ റോമ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കുറ്റവാളികളെ നാടുകടത്തുന്ന ഒരു പ്ലേസ് ആണ്. യോഹന്നാൻ മാത്രമൊന്നുമല്ല പത്മോസിൽ പോയിട്ടുള്ളത്. യോഹന്നാനെ പോലെ ഒരുപാട് പേർ പത്മോസിൽ പോയിട്ടുണ്ട്. ചരിത്രം പറയുന്നു, യോഹന്നാനെ ഇപ്പോൾ പത്മോസിലേക്ക് നാട് കടത്തുമ്പോൾ ആ കപ്പലിനകത്ത് കൊടും കുറ്റവാളികളായ മറ്റു ചിലരുമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരഭിഷക്തൻ തൻ്റെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. ദൈവസഭയെ വിട്ട്, തൻ്റെ മക്കളെ വിട്ട്, ആമേൻ സഭ സമൂഹത്തെ വിട്ട് അങ്ങ് ദൂരെ ഈജിയൻ കടലിടുക്കിന്റെ നടുവിൽ, മരണം ഗന്ധമുള്ള നടുവിൽ, അന്തരീക്ഷത്തിൽ പോലും മരണം വായ്പിളർന്നു നിൽക്കുന്ന പത്മോസിൽ, പോയവരാരും തിരിച്ചു വരാത്ത പത്മോസിൽ, ചെന്നവരെല്ലാം മരണത്തിൽ കീഴടക്കിയ പത്മോസിൽ, ചെന്നവരുടെയൊക്കെ ചരിത്രം അവസാനിപ്പിച്ച പത്മോസിൽ, അവൻ ചെന്നിറങ്ങുന്നവനെ കൊത്തിയെടുത്തു പറക്കാൻ കണ്ണുനട്ടിരിക്കുന്ന കഴുകന്മാരുടെ പത്മോസിൽ ഒരു ചിന്തകൻ ഇങ്ങനെയാണ് എഴുതി വെച്ചത്. ഡൊമീഷ്യന്റെ കപ്പൽ അവൻ കടലിൽ നിന്നും തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ആ പത്മോസിന്റെ ഐലൻഡിലേക്ക് ഡൊമീഷ്യന്റെ കപ്പൽ വരുന്നതും നോക്കി കഴുകന്മാർ ആ പത്മോസിൽ കണ്ണുനട്ടിരിക്കുന്ന ഒരു ഭയാനക കാഴ്ചയുണ്ടെന്നാണ് ഒരു ചിന്തകൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ കടന്നു വരുന്ന കപ്പലിനെ അതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ ഇരകളാണെന്ന് കണ്ട് ആ കപ്പൽ കടന്നു വരുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ, കപ്പൽ അടുക്കുന്തോറും കഴുകന്മാർ സന്തോഷത്തോടെ ആ ഐലൻഡിലേക്ക് ചിറക് വിരിച്ചു വരുമ്പോൾ, ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, ആ കപ്പലിൽ വരുന്ന എല്ലാവരും എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ കപ്പലിൽ വരുന്ന ഒരുവനുണ്ട്, അവൻ ആത്മാവിലാണ്. അവൻ പത്മോസിൽ വരുന്നത് അവന്റെ ചരിത്രം അവസാനിക്കാനല്ല, പത്മോസിന്റെ ചരിത്രത്തെ തിരിക്കാനാണ്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ച ഈ കഷ്ടത കൂടെയുണ്ട്. നീ അവസാനിക്കുന്ന കഷ്ടതയല്ല, നീ ആരെന്ന് വെളിപ്പെടുത്തുന്ന കഷ്ടതയാണ്. വിശ്വാസത്തോടെ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോ തൻ ചിറകിൽ മറവില്ല ഭയം തരും. തീയമ്പുകൾ
ശത്രു എയ്തിടുമ്പോ തൻ ചിറകിൻ മറവിൽ അഭയം തരും. ബൈബിൾ പറയുന്നു ആ മനുഷ്യൻ പത്മോസിൽ ചെന്നു. പത്മോസിൽ ഒരു വ്യക്തിക്ക് 18 ദിവസം പോലും അല്ലെങ്കിൽ 18 മണിക്കൂർ പോലും ജീവിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അവിടുത്തെ കടൽ തീരങ്ങളിൽ ഓടി നടക്കുന്ന ഞണ്ടുകൾക്ക് പോലും ക്രൂര വിഷമാണ്. അപ്പൊ എന്റെ ഭാഷയിൽ ഞാൻ പറയാം, 18 ദിവസമോ 18 മണിക്കൂറോ ആയുസില്ലാത്ത ഈ സ്ഥലത്ത് അപ്പോസ്തലനായ യോഹന്നാൻ 18 മാസം ജീവിച്ചു. ഈ പദം നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ എഴുതണം. ജീവിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ പത്മോസിൽ ജീവിച്ച് മറികടക്കാൻ അപ്പോസ്തലന് കഴിഞ്ഞെങ്കിൽ 2020 രാജ്യങ്ങൾ തകരുമെന്നും അവസാനിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നോ, ഈ രാജ്യങ്ങളെ പുനരുദ്ധരിക്കാൻ, ജനകോടികളെ പുനരുദ്ധരിക്കാൻ, ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഇത് പറഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. 18 മണിക്കൂർ ആയുസില്ലാത്ത മണ്ണിൽ 18 മാസം ഒരു മനുഷ്യൻ ജീവിച്ചെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ മറുപടിയാണ് നിങ്ങൾ വായിച്ച വാക്യം. ആമേൻ. ഓൺ ദ ലോർഡ്സ് ഡേ ഐ വാസ് ഇൻ സ്പിരിറ്റ്. ഞാൻ ആത്മാവിലായിരുന്നു. ബൈബിൾ പറയുന്നു, പത്മോസിൽ ആ മനുഷ്യൻ ചെന്നപ്പോൾ ആ മനുഷ്യന്റെ ലൈഫിൽ സംഭവിച്ചൊരു വലിയ കാര്യം. യുണൈറ്റഡ് വിത്ത് സ്പിരിറ്റ്, യൂണിയൻ വിത്ത് ദ സ്പിരിറ്റ്. അദ്ദേഹം ആത്മാവുമായി യുണൈറ്റഡ് ആയി. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കട്ടെ. നമ്മുടെ പേര് പെന്തക്കോസ്തുകാരാണ്. അത് നാട്ടുകാർ വിളിക്കുന്ന പേരാ പെന്തക്കോസ്തുകാർ. പിന്നെ പെന്തക്കോസ്തിലുള്ള ആൾക്കാർ നമ്മളെ വിളിക്കും AG-ക്കാര്, IPC-ക്കാര്, ചർച്ച് ഓഫ് ഗോഡുകാര്. ഇതിലൊന്നും ഉൾപ്പെടുത്താത്തവരെ വിളിക്കും സ്വതന്ത്രക്കാർ, ഇൻഡിപെൻഡന്റുകാർ. അല്ലേ? ഇങ്ങനല്ലേ? ഇങ്ങനെയാണ് സ്പിരിച്വൽ ലാംഗ്വേജ്. ചിലർ മിണ്ടാതെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ മസിലൊന്നും പിടിച്ചിരിക്കേണ്ട, നന്നായിട്ടങ്ങ് ഇരുന്നാൽ മതി. ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം. എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് എക്സ്പ്രസ് ചെയ്യണം. അല്ലാതെ സിനഗോഗിൽ വന്നിരിക്കുന്ന പോലെ ഇരിക്കരുത്, സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്ന പോലെ ഇരിക്കരുത്. ചിലത് ഇപ്പോഴും ഫോട്ടോ എടുപ്പിരിക്കുകയാണ്. ഇത് ഫോട്ടോ എടുപ്പല്ല, നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ. സോ അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. നമ്മളെ പലരും പല പേരുകളാണ് വിളിക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മളെ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? പെന്തക്കോസ്തുകാരെന്നല്ല. കർത്താവിന് അറിയില്ല. കർത്താവിന് അറിയുമായിരിക്കും നമ്മുടെ പേര്, പക്ഷെ കർത്താവ് അങ്ങനെയൊന്നും വിളിക്കത്തില്ല. AG-ക്കാരെന്ന് വിളിക്കത്തില്ല, IPC-ക്കാരെന്ന് വിളിക്കത്തില്ല, ചർച്ച് ഓഫ് ഗോഡുകാരെന്ന് വിളിക്കത്തില്ല. അപ്പോൾ ഞാൻ പറയാം, ഈ ഫേസ്ബുക്ക് ഓൺലൈനിലൂടെ ഈ ട്രഡീഷണൽ സ്പിരിറ്റിനകത്ത് കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കളയണം. കാരണം അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എന്നെ വിളിക്കത്തില്ല, IPC-ക്കാരാണ്. പക്ഷെ കർത്താവ് വിളിക്കുന്നൊരു പേരുണ്ട്, ആത്മീകർ. ആത്മീയർ, സ്പിരിച്വൽ ബീയിങ്സ്. കർത്താവ് പറഞ്ഞൊരു വാക്കേ ഉള്ളൂ, എന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ബിക്കോസ് ഐ ആം എ സ്പിരിറ്റ്. ഞാൻ ആത്മാവാകുന്നു. സോ ഇന്ന് നമ്മെ സ്വർഗം വിളിക്കുന്നത് ആത്മീകരെന്നാണ്. അപ്പൊ ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, നമ്മൾ ആരാകട്ടെ എന്താകട്ടെ, കർത്താവിന്റെ മുമ്പിൽ ഇത്ര ഉള്ളൂ, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരും ആത്മാവിനെ നിയന്ത്രിക്കുന്നവരും. ഇപ്പൊ ചിലരിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആത്മീയരും ജഡീകരും. പക്ഷെ എന്റെ അതങ്ങനല്ല. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നവരും. ഈ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കുന്ന ആളുടെ പേരാണ് ജഡീകൻ. സ്തോത്രം. ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരും സ്വന്തം ഇഷ്ടത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവരുന്നവരും. ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മാവിനെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരും ആത്മീക ജീവിതത്തിൽ മൂടുപടമിട്ട് ജീവിക്കുന്നവരും. ഈ 2 കാറ്റഗറിയാണ് നമ്മുടെ ആത്മീക സമൂഹത്തിലുള്ളത്. ആത്മാവിന്റെ മാസ്ക് വെച്ച് ജീവിക്കും. അവര് വെള്ളിയാഴ്ച ആത്മീകരായിരിക്കും, ഞായറാഴ്ച ആത്മീകരായിരിക്കും, ബാക്കി എല്ലായിടത്തും ഇവർക്ക് ആത്മാവായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ഈ റിലീജിയസ് ഫങ്ഷൻസ് നടക്കുന്നിടത്ത് ഇവരെ പോലൊരു ആത്മീയരെ ലോകത്തിൽ കാണാനും പറ്റില്ല. ഈ 21 days ഫാസ്റ്റിംഗ് പ്രയർ
നിന്റെ ആത്മീക മൂടുപടത്തെ മിനുക്കുന്ന മീറ്റിംഗ് അല്ല, ആത്മീക മൂടുപടത്തെ വലിച്ചു കീറുന്ന മീറ്റിംഗ് ആണ്. ഈ രാത്രി ആത്മാവിൽ തന്നെ ശുശ്രൂഷിക്കുന്നു. ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ ആമേൻ, ആത്മീക മൂടുപടങ്ങളെ വലിച്ചു മാറ്റ്, നിന്റെ അകത്ത് കിടക്കുന്ന ആത്മീകൻ പ്രദർശിക്കപ്പെടട്ടെ. Break your spiritual mask and reveal your spiritual man. ആത്മീക മനുഷ്യനും മാത്രമേ ഈ സാഹചര്യങ്ങളെ ജയിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറ്റവും പറഞ്ഞ്, കുറവും പറഞ്ഞ്, അവരുടെ കുറ്റവും പറഞ്ഞ്, ഇവരുടെ കുറ്റവും പറഞ്ഞ്, ചിലരിപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, പ്രവാചകന്മാരെന്താ പ്രവചിക്കാത്ത, എന്തോന്ന് COVID-19, പ്രസംഗകരെന്താ പ്രസംഗിക്കാത്ത, ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴും കുറെ പേര് നടക്കുന്നുണ്ട്. അവരെ കുറിച്ച് എന്തോ പറയാൻ, ഒന്നും പറയാനില്ല, മച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. സ്വത്രം ആമീൻ. എന്താ പ്രവചിക്കാത്ത, എന്താ പറയാത്ത? എടാ കുഞ്ഞെ, പ്രവചിച്ചില്ലേലും പറഞ്ഞില്ലേലും നിന്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നിനക്ക് മച്യൂരിറ്റി കർത്താവ് തന്നിട്ടുണ്ട്. ആ മച്യൂരിറ്റി നിന്നിൽ വരുന്നത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനാലാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ ജയിക്കണമെങ്കിൽ നമ്മുടെ ATM-ൽ പൈസ ഉണ്ടായാൽ പോരാ, നമ്മളെ ആത്മാവ് നിയന്ത്രിക്കണം. ഇത് തന്നെയാണ് ഈ രാത്രി പറയുന്നത്. സഹോദരങ്ങളെ, പ്രസംഗിക്കുന്ന ഞാൻ അങ്ങനല്ല, ഒരുമിച്ചാണ് ഇത് സ്വീകരിക്കുന്നത്. പ്രശ്നങ്ങളെ സഭ അതിജീവിച്ചത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. റോമൻ കോടതികളുടെ നടുവിൽ ആമേൻ ആമേൻ രാജാക്കന്മാരെ പോലും വിറപ്പിച്ച വെളിപ്പാടുമായി അപ്പോസ്തലന്മാർ നിലനിന്നത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, ആത്മാവിനാലാണ്. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കി കാരാഗ്രഹത്തെ അത്ഭുതമാക്കി മാറ്റിയത് മസിൽ പവർ കൊണ്ടല്ല, ആത്മശക്തി കൊണ്ടാണ്. So my church, reveal your spiritual man. നിങ്ങളിലെ ആത്മീകൻ ജീവിക്കട്ടെ. ഈ 2020 നിങ്ങൾക്ക് ദൈവം എന്തിനായി സമയം തന്നെയെന്നറിയോ? എല്ലാ അഭിനയങ്ങളും വച്ചുകെട്ട്, എല്ലാ മൂഢപടങ്ങളും വച്ചുകെട്ട്. കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച അനുഭവങ്ങളില്ലേ? ആത്മാവിന്റെ ശുശ്രൂഷകളെ നീ വെല്ലുവിളിച്ച അനുഭവങ്ങളില്ലേ? ആത്മാവിന്റെ ശുശ്രൂഷകൾക്കെതിരെ നീ വിരൽ ചൂണ്ടിയ അനുഭവങ്ങളില്ലേ? ഈ രാത്രി ആത്മാവിൽ പറയാം, ആത്മാവിനെ അനുവദിക്ക്. ബൈബിൾ പറയുന്നു, അപ്പോസ്തലനായ പൗലോസ്, യോഹന്നാൻ, അദ്ദേഹം പത്മോസിൽ വന്നപ്പോൾ അവിടെ വലിയൊരു ഷിഫ്റ്റ് നടന്നു. ഞാൻ ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നു. അദ്ദേഹം വന്ന് നിന്നത് പത്മോസിലാണ്. പത്മോസ് എന്ന് പറയുന്നത് ദ വാലി ഓഫ് ഡെത്ത് ആണ്, മരണത്തിന്റെ താഴ്വരയാണ്. പക്ഷെ പത്മോസിൽ യോഹന്നാൻ വന്നു നിന്നപ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോ, അദ്ദേഹത്തിന് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി. ഇവിടുത്തെ പ്രസംഗകരുടെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഞാൻ കണ്ടു എ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്. എന്താണ് ബ്രദർ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്? എന്താണ് സിസ്റ്റർ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്? അരവിന്ദ് മോഹൻ ഇന്ത്യയിൽ നിന്നും USA നിൽക്കുന്നത് ഒരു ഷിഫ്റ്റാ. ആമേൻ. അരവിന്ദ് മോഹൻ ചെറിയ വീട്ടിൽ നിന്നും വലിയൊരു വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരു ഷിഫ്റ്റാ. അരവിന്ദ് മോഹൻ തൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നന്മയിലേക്ക് ചെല്ലുന്നത് ഒരു ഷിഫ്റ്റാ. പക്ഷേ ബൈബിൾ പറയുന്ന എ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ളതാ. പക്ഷെ ബൈബിൾ പറയുന്ന ഒരു വലിയ ഷിഫ്റ്റ്, സാഹചര്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ശരീരത്തിൽ നിന്ന് ദൈവരാജ്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാവിലേക്കുള്ള ഒരു മനുഷ്യന്റെ പരിവർത്തനമാണ് ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്. ഇത് നിന്നിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിന്നിൽ സംഭവിച്ചിട്ടുണ്ടോ? ബ്ലെസ്സിങ്സ് എന്ന ഷിഫ്റ്റ് ഞാനും വിശ്വസിക്കുന്നു. അനുഗ്രഹം എന്ന ഷിഫ്റ്റ് ഞാനും വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല ഭവനം ദൈവം നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ദൈവം നിങ്ങളെ നിർത്തും, ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ എല്ലാം മാനദണ്ഡം എന്താണെന്നറിയോ? ആദ്യം നിന്നിലൊരു ഷിഫ്റ്റ് നടക്കണം, ആത്മീയനിലൊരു ഷിഫ്റ്റ് നടക്കണം. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന പെന്തക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ ഒരു ഷിഫ്റ്റ് നടക്കണം. ആ ഷിഫ്റ്റ് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്കുള്ള ഷിഫ്റ്റ് അല്ല, 100 എന്ന നോട്ടിൽ നിന്ന് കോടികളിലേക്കുള്ള ഷിഫ്റ്റ് അല്ല. ആമേൻ. 5 ലക്ഷം കാറിൽ നിന്ന് 50 ലക്ഷത്തിലേക്കുള്ള ഷിഫ്റ്റ് അല്ല. അതെല്ലാം നിന്റെ മേൽ ഉണ്ട്. പക്ഷെ ആദ്യം നടക്കേണ്ട ഷിഫ്റ്റ് സാഹചര്യങ്ങളാൽ തകർത്ത് കളയുന്ന, ജഡത്താൽ നിയന്ത്രിക്കപ്പെട്ട് കളയുന്ന, ദൈവിക ബന്ധങ്ങളെ തകർത്ത് കളയുന്ന, വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്,
ആത്മീയ അന്തരീക്ഷത്തെ കെടുപ്പിക്കളയുന്ന, ഭവനത്തെ നരകതുല്യമാക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് ആത്മാവായവനിലേക്കുള്ള നിന്റെ പരിവർത്തനം ഇന്ന് സംഭവിക്കണം. ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. എന്റെ കൂടെ ആത്മാവിൻ ശക്തിയോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ഓ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ഈ പ്രയർ ചർച്ചിനെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ പോവാണ് പാസ്റ്റർ. നിങ്ങൾ കാലങ്ങളായി നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ദൈവിക മിസ്റ്ററി ഉണ്ട്. താങ്കൾ ദൈവം രാജ്യത്ത് അയക്കുമ്പോൾ, താങ്കളുടെ കീഴിൽ ഒരു സമൂഹത്തെ ദൈവം തരുമ്പോൾ, താങ്കളുടെ ഹൃദയത്താളുകളിൽ ദൈവം പ്രദർശിപ്പിച്ച ഒരു മിസ്റ്ററി ഉണ്ട്. ഈ ചർച്ച എങ്ങനെയായിരിക്കണം, ബിലീവേഴ്സ് എങ്ങനെയായിരിക്കണം, ആ രാജ്യത്തിന്റെ മൂവ് എങ്ങനെയായിരിക്കണം. പരിശുദ്ധമോ പറയുന്നു പാസ്റ്റർ, ഈ മീറ്റിംഗിൽ ദൈവസഭയ്ക്ക് നടക്കേണ്ടത് ഈ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ് ആണ്. ആത്മാവായവനിലേക്ക് ആത്മാവിന്റെ പ്രവൃത്തി മനസ്സിലാക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം മനസ്സിലാക്കുന്ന ഈ കാലത്തിലും ആത്മാവിന് എന്താണ് സഭയിലൂടെ ചെയ്യാനുള്ളതെന്ന് ഇഷ്ടത്തെ തിരിച്ചറിയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ് നടക്കട്ടെ. ആ സഭയാണ് ലോകത്തെ തിരിക്കുന്നത്. ആ സഭയാണ് സാഹചര്യങ്ങളെ തിരിക്കുന്നത്. പത്മോസിൽ യോഹന്നാൻ വരുമ്പോൾ അവിടെ വലിയൊരു ഷിഫ്റ്റ് നടന്നു. ആ ഷിഫ്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. I was in spirit and united in the spirit. ഈ ദിവസങ്ങളിൽ സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത് മുഴുവൻ എതിരുകളാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാവിനോട് ഐക്യമെത്തിപ്പെടാം. ആത്മാവിന്റെ ശബ്ദം എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മാവിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. പത്മോസ് എന്ന താഴ്വരയിൽ യോഹന്നാനെ നാട് കടത്തുമ്പോൾ ഡൊമീഷ്യന്റെ പുസ്തക ചുരുളിൽ ഡൊമീഷ്യൻ എഴുതി കാണും, യോഹന്നാൻ അപ്പോസ്റ്റൽ ജോൺ നാട് കടത്തിയ ഡേറ്റ്, അദ്ദേഹത്തിന്റെ മരണ ദിവസം. ഒന്ന് ഞാൻ പറയാം, ഡൊമീഷ്യന്റെ പുസ്തകത്തിൽ യോഹന്നാനെ നാട് കടത്തിയ ദിവസം മരണ ദിവസമാണെങ്കിൽ, പത്മോസിന്റെ മരണത്താഴ്വരയിൽ യോഹന്നാൻ കയറി വരുമ്പോൾ ആത്മാവ് യോഹന്നാനോട് പറഞ്ഞു, ദിസ് ഈസ് ദ ഡേ ഓഫ് ദ ലോർഡ്. ഇത് നിന്റെ കർത്തൃ ദിവസമാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും? ചിലർ നിന്നോട് പറയുക, ഇത് തകർച്ചയുടെ ദിവസമാണ്, ഇത് വേദനയുടെ സമയമാണ്, ഇത് നിന്ദയുടെ വിഷയമാണ്, ഇതെല്ലാം അവസാനിക്കുന്ന സമയമാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സാമ്പത്തിക മേഖലകളിൽ, എൻ്റെ ഉപജീവന മേഖലകളിൽ, എൻ്റെ തലമുറയുടെ ലൈഫിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നോ, ദിസ് ഈസ് ദ ഡേ ഓഫ് ദ ലോർഡ്. ഇത് കർത്തൃ ദിവസമാണ്. ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ദിവസങ്ങൾ ചേഞ്ച് ആകാൻ പോകുന്നു, നിങ്ങളുടെ സമയങ്ങൾ ചേഞ്ച് ആകാൻ പോകുന്നു. ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്ന, അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, നമ്മുടെ ഡേ ഓഫ് ദ ലോർഡ് വരികയാണ്, നമ്മുടെ കർത്തൃ ദിവസം വരികയാണ്. പറഞ്ഞോ അവൻ കർത്തൃ ദിവസം വരികയാണ്. എന്താണ് കർത്തൃ ദിവസത്തിന്റെ പ്രത്യേകത? ഏതൊക്കെ സാഹചര്യങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടെങ്കിലും, എന്തൊക്കെ മരണ താഴ്വരകൾ നിനക്ക് ചുറ്റുമുണ്ടെങ്കിലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ നിന്റെ ചുറ്റുമുണ്ടെങ്കിലും, നിന്നെ തൊടാൻ കഴിയാത്ത വിധം നിന്നെ കവർ ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ ഓരോ ഭവനങ്ങളിലേക്ക് ഇത് വ്യാപിക്കട്ടെ. Jesus. ജോലിൻ സാറ ജോബിൻ, വൈറ്റ് ഷർട്ട് ഇട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധനോട് പറയുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു ഡേ ഓഫ് ദ ലോർഡ് വരാൻ പോവുകയാണ്. നിങ്ങൾ വലിയൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്തോത്രം. സാഹചര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നെഗറ്റീവാണ്. സാഹചര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ക്ലോസ്ഡ് ആണ്. ഇനി പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദര, എൻ്റെ സഹോദരി,
സഹോദരി, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ ഞാൻ പറയാം, ആമേൻ, ഈ പത്മോസിൽ യോഹന്നാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? ഈ പത്മോസിൽ യോഹന്നാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പക്ഷെ ബൈബിൾ പറയുന്നു, അവന്റെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദിവസമാക്കി ദൈവം അതിനെ മാറ്റി. ഒരു കർത്തൃ ദിവസം. ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ കരഞ്ഞ ദിവസമാണ്, വേദനിച്ച ദിവസമാണ്. ചില ഡേറ്റുകൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. എല്ലാ വർഷവും ആ സമയങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിൽ ഭാരപ്പെടുകയാണ്. കർത്താവിനോട് പറയുന്നു, ചില ഡേറ്റുകൾ നഷ്ടപ്പെട്ടു പോയാൽ, ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിന്ന ദിവസം, തകർന്നൊരു ദിവസം നിനക്കുണ്ടെങ്കിൽ, നിരാശപ്പെട്ടൊരു ദിവസം നിനക്കുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, നിനക്കൊരു കർത്തൃ ദിവസമുണ്ട്, നിനക്കൊരു കർത്തൃ ദിവസമുണ്ട്. ഞാൻ ആ ഭവനത്തോട് ആത്മാവിൽ ആ ഡേ എഴുതുകയാണ്. ഈസ് യുവർ ഡേ ഓഫ് ദ ലോർഡ്. നിങ്ങളൊരു അത്ഭുത സാക്ഷിയാകാൻ പോകുന്നു. നിങ്ങൾ ഈ ഓൺലൈനിൽ കൂടെ തന്നെ ചില കാര്യങ്ങൾ പറയുന്ന ലെവലിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡേ ഓഫ് ദ ലോർഡ് വരാൻ പോവാണ്. ഞാൻ ആ പദമാണ് നിങ്ങളുടെ കുടുംബത്തിൽ കാണുന്നത്. ഡേ ഓഫ് ദ ലോർഡ്, ഡേ ഓഫ് ദ ലോർഡ്, ഡേ ഓഫ് ദ ലോർഡ്. കർത്തൃ ദിവസം. കർത്താവേ, പത്മോസിൽ യോഹന്നാൻ ഒരു കർത്തൃ ദിവസം വന്നപ്പോൾ ആ കർത്തൃ ദിവസത്തിന്റെ പ്രത്യേകത, ആ മനുഷ്യനെ മരണത്തിന് തൊടാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യനെ അവൻ സാഹചര്യങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യന്റെ ദർശനം മാറി, കാഴ്ചപ്പാട് മാറി, വെളിപ്പാട് മാറി. ആ മനുഷ്യൻ ഇതുവരെ എൻ്റർ ചെയ്യാത്ത ഒരു സൂപ്പർ നാച്ചുറലിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ, ഈ രാത്രി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിന്റെ റിലത്തിലേക്ക് ഈ മക്കളെ ഒന്ന് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്ലസ്. യോഹന്നാന്റെ ലൈഫിൽ സ്വർഗം പറഞ്ഞു, ഇത് ഡേ ഓഫ് ദ ലോർഡ്, കർത്തൃ ദിവസം. കർത്തൃ ദിവസമാക്കി ദൈവം മാറ്റി. ഇന്ന് നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ചെയ്യണം. എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല. ഞാൻ ഈ പറയുന്നത് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ മാത്രമേ ഏറ്റെടുക്കാവൂ, അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കണം. നിങ്ങളൊരു പ്രവചന പ്രവർത്തിയിൽ, പ്രൊഫറ്റിക്കൽ ആക്ടിൽ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസം കാണുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം കാണുമല്ലോ, നിങ്ങളെ തകർത്തത്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള അനർത്ഥം കൊണ്ടുവന്നത്, കയ്യിൽ ദൈവം തന്ന നന്മ നഷ്ടപ്പെട്ടു പോയത്, നിങ്ങൾ ലാളിച്ച് ഓമനിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്ത പലതും നിങ്ങളെ ഉപേക്ഷിച്ചത്, ചില ദിവസങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ വേദനിക്കുന്ന ചിലർ ഈ മീറ്റിംഗിലുണ്ട്. ഇനി അത് വേണ്ട. ഇന്ന് നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ കലണ്ടറിൽ ചെന്നിട്ട്, നിങ്ങളുടെ കലണ്ടർ എടുത്തിട്ട്, ആ ഡേറ്റ് ഏതാണ്, നിങ്ങളെ ഒരുപാട് കരയിച്ചൊരു ഡേറ്റ്, നിങ്ങൾ ഒരുപാട് വേദനിച്ച ആ മാസം, അതിൻ്റെ മുകളിൽ എഴുതി വെക്കണം, ദിസ് ഈസ് മൈ ഡേ ഓഫ് ദ ലോർഡ്. ഇതൊരു പ്രൊഫറ്റിക്കൽ ആക്റ്റാണ്. ഇത് ചെയ്ത് നിങ്ങൾ നോക്കിക്കോ, 100-ൽ 110% ഗ്യാരണ്ടിയുടെ ദൂത് പറയാം. ആ ദിവസം നിന്നെ കരയിച്ചെങ്കിൽ, അതേ ദിവസം ദൈവത്തിന്റെ മഹത്വകരമായ ഒരു പ്രവൃത്തിയുമായി സ്വർഗം ആ ഡേറ്റിനെ തിരുത്തി കുറിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ഡൊമീഷ്യന്റെ പുസ്തകത്തിലെ മരണ ദിവസത്തെ ദൈവം തന്റെ പുസ്തകത്തിൽ കർത്തൃ ദിവസമാക്കി മാറ്റിയെങ്കിൽ, അതുപോലൊരു ഷിഫ്റ്റ്, അതുപോലൊരു ചേഞ്ചസ് ഇന്ന് ഞങ്ങളെ കാണുന്നവരുടെ ലൈഫിൽ സംഭവിക്കണം. Oh Jesus, ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ച 10ാമത്തെ വാക്യത്തിലാണ് യോഹന്നാൻ എഴുതിയത്, ഐ വാസ് ഇൻ സ്പിരിറ്റ് എന്ന്. ഞാൻ ആത്മാവിലാണ്, ആത്മാവിനോട് ഐക്യപ്പെട്ടു, ഞാൻ ആത്മാവിലേക്ക് ടേൺ ചെയ്തിരിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകം എഴുതി തുടങ്ങിയത് യോഹന്നാൻ ജഡത്തിലല്ല, ആത്മാവിലാണ്. കാരണം ഈ വെളിപ്പാട് പുസ്തകം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിക്കോ, പത്മോസിനെ കുറിച്ചില്ല, പത്മോസിന്റെ സാഹചര്യം ഇല്ല, പത്മോസിന്റെ അവസ്ഥയില്ല. പത്മോസിന്റെ അവസ്ഥയിൽ നിൽക്കുന്നവൻ അവസ്ഥയെ കുറിച്ച് എഴുതിയിട്ടില്ല. അതിന്റെ കാര്യം എന്താ? അദ്ദേഹം എഴുതി തുടങ്ങിയത് പത്മോസിന്റെ അവസ്ഥയിൽ നിന്നല്ല, ആത്മാവിന്റെ വാസത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ശരീരം പത്മോസിൽ, ആത്മാവ് ക്രിസ്തുവിൽ. അപ്പൊ ആത്മാവിലെ ട്രെയിനിങ് ആണ് അദ്ദേഹം ഇത് മുഴുവൻ എഴുതിയത്. ഈ വെളിപ്പാട് പുസ്തകം അദ്ദേഹം വെളിപ്പെടുത്തിയത് മുഴുവൻ ആത്മാവിലാണ്.
സോ നമ്മുടെ ഭവനം പലപ്പോഴും അസമാധാനം, അനൈക്യത, ആത്മാവിന്റെ പ്രവൃത്തി മനസ്സിലാക്കാതെ ആവശ്യമില്ലാത്തത് പറയുകയും വേണ്ടാത്തത് ചിന്തിക്കുകയും, അസൂയ, പക, പിണക്കം, പിന്നെ പറഞ്ഞ് മറ്റുള്ളവനെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഭവനത്തിന്റെ ആത്മീയ അന്തരീക്ഷം കെട്ടുപോകുന്നത് പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നത് ശരീരമായതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ഈ മീറ്റിങ്ങിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ടേണിംഗ് എന്ന് പറയുന്നത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭവനങ്ങൾ. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഫാമിലി ലൈഫുകളിൽ, കുടുംബജീവിതത്തിൽ ഐക്യതയ്ക്ക് വലിയ സ്ഥാനമില്ലാതെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അനൈക്യത വരിക, പ്രശ്നങ്ങൾ കയറി വരിക. എന്താ പാസ്റ്റർ കാര്യം? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഫാമിലി ലൈഫ് പരിശുദ്ധമായി നിയന്ത്രിക്കട്ടെ. ഫാമിലി ലൈഫിൽ ഒരാത്മാവല്ല, ആത്മാവിൽ നിങ്ങളുടെ കുടുംബജീവിതം വരണം. നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു ക്രിസ്തുവല്ല, ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതമാകട്ടെ. കർത്താവിനോട് വ്യക്തമായി പറയുന്നു, ഈ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ മുഴുവനായി നിയന്ത്രിക്കാൻ പോവുക. അപ്പോൾ പത്മോസിൽ യോഹന്നാന്റെ ജഡത്തെ, ചിന്തയെ, ദേഹം, ദേഹി, ആത്മാവിനെ മുഴുവനായി ആത്മാവ് തന്നെ എന്തോ പറഞ്ഞ നിയന്ത്രിച്ചപ്പോൾ തനിക്കൊരു ടേണിംഗ് ഉണ്ടായി. നാച്ചുറൽ റിലത്തിൽ നിന്നും സ്പിരിച്വൽ റിലത്തിലേക്ക് അധികം ടേൺ ചെയ്തു. വാക്ക് ശ്രദ്ധിക്കൂ. പത്മോസ് എന്ന നാച്ചുറൽ റിലത്തിൽ നിന്നും കിങ്ഡം ഓഫ് ഗോഡ് എന്ന സ്പിരിച്വൽ റിലത്തിലേക്ക് യോഹന്നാൻ ടേൺ ചെയ്തെങ്കിൽ, എൻ്റെ അപ്പോസ്തലരെ, ദൈവത്തിന്റെ മക്കളെ, COVID-19 താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ നടുവിൽ ഒരു സ്പിരിച്വൽ ടേണിംഗ് സഭയ്ക്ക് ആവശ്യം. കാരണം നാച്ചുറൽ നിന്നാൽ നിനക്ക് പറയാനുള്ളത് നാച്ചുറൽ കാര്യങ്ങളാണ്. പക്ഷേ സ്പിരിച്വൽ റിലത്തിലേക്ക് നാം കയറുമ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് നാച്ചുറൽ കാര്യങ്ങളല്ല, ദൈവരാജ്യത്തിന്റെ കാര്യമാണ്. ദൈവരാജ്യത്തെ കാണുവാൻ, ദൈവരാജ്യത്തിലുള്ളത് കാണുവാൻ, ദൈവരാജ്യത്തെ ദർശിക്കാൻ ദൈവത്തിന്റെ മക്കൾക്ക് കൃപ നൽകട്ടെ. നാച്ചുറലായ കാര്യങ്ങളിൽ നിന്ന് സ്പിരിച്വൽ റിലത്തിലേക്ക് ഒരു ഷിഫ്റ്റ് സംഭവിക്കണം. പ്രാർത്ഥിക്കും, അവിടെ നമുക്ക് ജീവിക്കാൻ കഴിയും. അത് ഞാൻ പറഞ്ഞേ, 18 മണിക്കൂർ ചാൻസ് ഇല്ലാത്ത പത്മോസിൽ ചരിത്രം പറയുന്നു യോഹന്നാൻ 18 മാസം ജീവിച്ചു. ജീവിക്കില്ലേ? ജീവിക്കും. ഇപ്പൊ ജോലി, ഉപജീവനത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകാം, സാലറിയിൽ സ്ട്രഗിൾസ് ഉണ്ടാകാം. എന്നാലും അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, നമ്മൾ ജീവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ നോക്കുന്നു. പറഞ്ഞു, അമ്മ മക്കളോട് പറഞ്ഞു, നമ്മൾ ജീവിക്കും. കുടുംബങ്ങളായിട്ടിരിക്കുന്നവർ പറഞ്ഞു, നമ്മൾ ജീവിക്കും. അപ്പൊ ചോദിക്കും, എങ്ങനെ ജീവിക്കും? ആത്മാവിൽ ജീവിക്കും. യോഹന്നാന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ ജീവിച്ചെങ്കിൽ, ഞങ്ങൾ ഈ തലമുറയിൽ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. സാഹചര്യങ്ങളിൽ തൃപ്തിയോടെ ജീവിക്കാൻ ആത്മാവ് ഞങ്ങൾക്ക് ഒരു നല്ല ജീവിതം തന്നിരിക്കുന്നു. നമ്മൾ ജീവിക്കും. അപ്പോൾ ആത്മാവിലേക്ക് ടേൺ ചെയ്ത യോഹന്നാൻ എഴുതി തുടങ്ങുകയാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ കാര്യമല്ല, ക്രിസ്തു പറയുന്ന കാര്യമാണ്. 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാക്ക്, സമയം അടുത്തിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഈ വാക്യം വായിക്കുമ്പോ ഞാൻ ചിന്തിച്ചത്, എന്റെ ബ്രദർ ജോ ഇവിടെ ഉണ്ട്. ജോ, സമയം അടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ചപ്പോ നമ്മൾ ഇത്രയും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ചിന്തിച്ചത്, ഒരു കർട്ടൻ വീഴാൻ പോകുന്നു, ഒരു ഡോർ അടയ്ക്കാൻ പോകുന്നു, എല്ലാം അവസാനിക്കാൻ പോകുന്നു. ഇതായിരുന്നു എന്റെ ചിന്ത. പക്ഷെ കൃപയാ, കുറച്ച് വർഷങ്ങൾ തിയോളജി പഠിക്കാനും അങ്ങനെ ദൈവം കൃപയാൽ ഒരുപാട് വർഷങ്ങൾ ദൈവം തന്ന് പഠനത്തിലൂടെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ കൊടുത്തിരിക്കുന്ന പദം സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ appointed time is in your hand. മലയാളത്തിലാണ് സമയം അടുത്തിരിക്കുന്നു, പക്ഷെ അതിന്റെ യഥാർത്ഥ ഭാഷ appointed time is in your hand എന്ന് പറഞ്ഞാൽ, നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച സമയത്തിലേക്ക് നീ വന്നിരിക്കുന്നു. മലയാളി സമൂഹത്തിന് ഇത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ മലയാളം വായിച്ച് അത് വിശ്വസിച്ചിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ മലയാളത്തിലുണ്ട്.
അതിൻ്റെ യഥാർത്ഥ സത്യം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്കത് ശ്രമിക്കാം, നിങ്ങളത് സെർച്ച് ചെയ്യും. അവിടെ കൊടുത്തിരിക്കുന്നത് എൻഡെന്നല്ല, എല്ലാം തീർന്നു. യോഹന്നാനെ, ഈ പത്മോസിൽ നീ കാത്തിരുന്ന സമയം വന്നിരിക്കുകയാണ്. നിന്റെ അപ്പോയിന്റഡ് ടൈം വന്നിരിക്കുകയാണ്. യൂസ് ഇറ്റ്. അങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹോൾഡ് യുവർ ടൈം. നിന്റെ സമയത്ത് ഉപയോഗിക്ക. എന്തിന്? അനേകരെ ജീവിപ്പിക്കുന്ന, സഭകളെ എഴുന്നേൽപ്പിക്കുന്ന, വേദനിക്കുന്ന ആത്മീക സമൂഹത്തിന് ജീവൻ നൽകുന്ന വെളിപ്പാടിനെ ലോകത്തിന് നൽകാൻ നിന്റെ ഈ സമയത്തെ ഉപയോഗിക്ക. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2020 ദൈവം തന്നിരിക്കുന്ന ഈ സമയം ഉപയോഗിക്കുക. നമ്മളെപ്പോഴും പറയുന്നതാണ്, എല്ലാം തീർന്നു, എല്ലാം തീർന്നു, എല്ലാം തീർന്നു, ഞാൻ രക്ഷപ്പെട്ടു, എല്ലാം തീർന്നു. ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷെ നിനക്ക് ദൈവം തന്ന സമയം നീ ഉപയോഗിച്ചു. ഈ 2020 കഴിഞ്ഞ 5-6 മാസങ്ങൾ നമുക്ക് എത്ര റെസ്റ്റ് ദൈവം തന്നു, നമ്മൾ ഉപയോഗിച്ചു. നമുക്ക് അതും കൂടെ നന്നായിട്ടെന്നാ തോന്നുന്നത്. ചിലർക്ക് അതും കൂടെ നന്നായി, കാരണം ചർച്ചിൽ പോകണ്ട, കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നോ നോ നോ, കർത്താവ് നിങ്ങളെ നോക്കുന്നു. യൂസ് യുവർ ടൈം. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാമത്തെ ദൂത് പറയുകയാണ്. ദിസ് ഈസ് യുവർ അപ്പോയിന്റഡ് ടൈം. 2020 അപ്രതീക്ഷിതമായ കഷ്ടതകൾ നമ്മുടെ മുമ്പിൽ വന്നെങ്കിൽ ഈ രാത്രി സഭയ്ക്ക് പറയാൻ കഴിയണം, ദിസ് ഈസ് അവർ അപ്പോയിന്റഡ് ടൈം. സ്വർഗം കാത്തിരിക്കുന്ന, സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തുന്ന അസാധാരണമായ ദൈവപ്രവൃത്തികളാൽ, വെളിപ്പാടുകളാൽ ആമേൻ ഭൂമിയെ ശുശ്രൂഷിക്കുവാൻ, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്ന റിയൽ ടൈം, അപ്പോയിന്റഡ് ടൈം. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ലോകത്തിന് ഇത് കണ്ണുനീരിന്റെ സമയമാണ്, വേദനയുടെ സമയമാണ്. പക്ഷെ വെളിപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ഇത് നിങ്ങളുടെ അപ്പോയിന്റഡ് ടൈമാണ്. അപ്പോയിന്റഡ് ടൈമാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ആ സമയത്തെ നിങ്ങൾ വാഴ്ച നടത്തുക. ടു ഹോൾഡ് ദ റെയിൻസ്. നിങ്ങൾ ഇതിനെ നിയന്ത്രിക്കുക. സഭയ്ക്ക് കഴിയും. 2020 നിയന്ത്രിക്കാൻ ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആൾ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത് അവന്റെ സഭയാണ്, അവന്റെ ശരീരമായ സഭയാണ്. നിങ്ങൾക്ക് ഈ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയും. പ്രത്യാശയുള്ളവർക്ക് പ്രത്യാശ നൽകാൻ കഴിയും, നിരാശപ്പെട്ടവർക്ക് പ്രത്യാശ നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ദൈവസഭ കണ്ടിന്യൂസ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. സഭയ്ക്ക് ഈ സമയത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നിങ്ങൾ ഈ സമയത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കുകയാണ്? യോഹന്നാൻ പറഞ്ഞത് എല്ലാം ഇതാ അവസാനിക്കുന്നു എന്നതിനേക്കാൾ ഈ സമയം ദൈവം നമുക്ക് തന്ന അപ്പോയിന്റഡ് ടൈമാണ്. ബുക്ക് ഓഫ് റെവലേഷൻ നമ്മൾ സയന്റിഫിക്കലായിട്ട് പഠിച്ചാൽ അതിന്റെ തിയോളജിക്കൽ ഫ്രെയിം 2ആണ്. ഒന്നത് ഫ്യൂച്ചർ ലൈഫിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഓരോ വെളിപ്പാടും പ്രസന്റ് സിറ്റുവേഷനെയും കൂടെ ഫോക്കസ് ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ സഭയുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. കൈസർമാർ സഭയെ ഭരിച്ച് ക്രൂരമായ പീഡനങ്ങളും മരണങ്ങളും ഒക്കെ താണ്ഡവമാടി. സഭ വല്ലാതെ ഉലഞ്ഞ്, വിശ്വാസ സമൂഹം തണുത്ത്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട്, ദൈവത്തിന് അകന്ന്, സഭകൾ തമ്മിലടിച്ച്, വിശ്വാസ സമൂഹം തമ്മിലടിച്ച്, സഭയ്ക്കകത്ത് സെപ്പറേഷൻസുകൾ ഉണ്ടായി. ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിന്ന് സഭ പിന്തിരിഞ്ഞു പോകുമ്പോൾ ആ സഭയ്ക്ക് വിശ്വാസവും ജീവനും പ്രത്യാശയും നൽകുക എന്നൊരു പ്രസന്റ് ഫോക്കസ് ഈ വെളിപ്പാട് പുസ്തകത്തിനുണ്ട്. സോ ഈ വെളിപ്പാട് പുസ്തകം ആദ്യം നമ്മൾ സംസാരിക്കുന്നത് ഡേ ഓഫ് ടുഡേ, ഇന്നയുടെ സാഹചര്യത്തെയാണ് സംസാരിക്കുന്നത്. രണ്ടാമതാണ് ഫ്യൂച്ചർ സംസാരിക്കുന്നത്. അപ്പം ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, ദിസ് ഈസ് യുവർ അപ്പോയിന്റഡ് ടൈം. ഈ സമയം ഉപയോഗിക്കണം. ഈ സമയം നിങ്ങൾ ഉപയോഗിച്ചാൽ അസാധാരണമായ കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ മാറുന്ന, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതിജീവിക്കുന്ന, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷനെ ജയിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ആത്മാവിന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി നിങ്ങൾക്ക് മാറാൻ കഴിയും. സോ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് യുവർ അപ്പോയിന്റഡ് ടൈം. അടുത്ത വെളിപ്പാട് കേട്ടോ. അപ്പോസ്തലനായ യോഹന്നാൻ താൻ ഈ പത്മോസിലേക്ക് കയറി വരുമ്പോൾ ദൈവം തന്നോട് പറഞ്ഞു, ഇത് അപ്പോയിന്റഡ് ടൈമാണ്.
അദ്ദേഹം കണ്ടിട്ട് വന്ന കാഴ്ച എന്താണെന്നറിയോ? ഡൊമീഷ്യൻ സീസർ സിംഹാസനത്തിൽ. ഡൊമീഷ്യൻ സീസർ സകലയിടത്തും പ്രഖ്യാപിച്ചത് ഇതാണ്: ആൻഡ് ഡൊമീഷ്യൻ ദ ഗോഡ്, ദൈവം, ആൻഡ് ദ ഗോഡ് ഡൊമീഷ്യൻ. ഇതാണ് ഡൊമീഷ്യന്റെ പ്രഖ്യാപനം. ഡൊമീഷ്യനെ എല്ലാവരും ദൈവമെന്ന് പറയണം. ഡൊമീഷ്യന്റെ ലെറ്റർ പേഡിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് ഡൊമീഷ്യൻ ദ ഗോഡ് എന്നാണ്. ഡൊമീഷ്യൻ ഒരു വിളംബരം ചെയ്താൽ അതിന് താഴെ എഴുതിയിരിക്കുന്നത് ഡൊമീഷ്യൻ ദ ഗോഡ് ഓൺ ത്രോൺ. ഈ പദങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഡൊമീഷ്യൻ, ദൈവമായ ഡൊമീഷ്യൻ സിംഹാസനത്തിൽ ഇരുന്ന് അരുളി ചെയ്യുന്നു. ദൈവമായ ഡൊമീഷ്യൻ ഓൺ ത്രോൺ, സിംഹാസനത്തിൽ ഇരുന്ന് അരുളി ചെയ്യുന്നു. ഇതായിരുന്നു ഡൊമീഷ്യൻ സീസറിന്റെ പ്രഖ്യാപനം. ഇത് അംഗീകരിക്കാത്ത ആ കാലഘട്ടത്തിൽ ഇതിനെ റിജക്ട് ചെയ്ത ഒരു സമൂഹം എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയാണ്. അവരടിയുറച്ചതിനെ പ്രതികരിച്ചു. അതിന് മുൻപിൽ ആയിരങ്ങൾ മരിച്ചു വീണു, ആയിരങ്ങൾ ജീവൻ വെച്ചു കൊടുത്തു. അങ്ങനെ സിംഹാസനത്തിലിരിക്കുന്ന ഡൊമീഷ്യൻ എന്ന ചിത്രവും കണ്ട് വളരെ വേദനിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ യോഹന്നാൻ പത്മോസിലേക്ക് വരുമ്പോൾ ആത്മാവുമായി അദ്ദേഹം യുണൈറ്റഡ് ആയപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റി. അദ്ദേഹം കണ്ട കാഴ്ച ഇതാണ്: ജീസസ് ഈസ് ഓൺ ദ ത്രോൺ, നോട്ട് സീസർ. സിംഹാസനത്തിൽ സീസർ അല്ല, സിംഹാസനത്തിൽ കർത്താവാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് യോഹന്നാന് വെളിപ്പെട്ടു. അദ്ദേഹം കണ്ടത് ജീസസ് ഈസ് ഓൺ ത്രോൺ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ. നമ്മുടെ കാഴ്ചപ്പാടിൽ കർത്താവ് എവിടെയാണ്? ഇന്ന് രാത്രി സഭ പറയണം: എന്റെ കർത്താവാണ് സിംഹാസനത്തിൽ, എന്റെ കർത്താവാണ് ഭരണം നടത്തുന്നത്. സകല അധികാരങ്ങളും സകല വാഴ്ചയും അവനിലാണ്, സകലതും അവന്റെ കാൽ കീഴിലാണ്. അവൻ എന്നെ നിയന്ത്രിക്കുവാൻ കഴിയും. അവന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഞങ്ങൾ. അവനാണ് സിംഹാസനത്തിൽ. മൈ ജീസസ് ഈസ് ഓൺ ത്രോൺ. വെളിപ്പാട് പുസ്തകത്തിലൂടെ ആത്മാവിൽ അപ്പോസ്തലൻ പറയാൻ ആഗ്രഹിച്ച അടുത്ത വെളിപ്പാട്: ഈ ഭൂമിയിൽ ഏതൊക്കെ സാമ്രാജ്യങ്ങൾ വാണാലും, ഏതൊക്കെ സാമ്രാജ്യങ്ങൾ വാഴ്ച നടത്തിയാലും, ആയിരങ്ങളെ കൊന്നു തള്ളിയാലും, സഭകളെ തകർത്തെറിഞ്ഞാലും, അൾട്ടിമേറ്റ് തിയോളജിക്കൽ റെവലേഷൻ ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് വിക്ടറി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ ആത്യന്തിക വിജയം. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പറഞ്ഞോ. എന്താണ് വെളിപ്പാട് പുസ്തകം? വെളിപ്പാട് പുസ്തകത്തിന്റെ തിയോളജിക്കൽ ഫ്രെയിം എന്താ? മൃഗം കയറി വരുന്നു, കൊമ്പ് കയറി വരുന്നു, അന്തിക്രിസ്തു കയറി വരുന്നു, പിന്നെ അത് കയറി വരുന്നു, ഇത് കയറി വരുന്നു. എന്റെ മക്കളെ, അതൊക്കെ കയറി വരുന്നതിന് മുമ്പ് വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിച്ചത് അൾട്ടിമേറ്റ് വിക്ടറി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കയറി വന്നാലും ആത്യന്തിക വിജയം ദൈവരാജ്യത്തിനാണ്. എങ്കിൽ ആ ദൂത് കൊണ്ടൊന്ന് നമുക്ക് പറയാം: എന്തൊക്കെ എൻ്റെ ലൈഫിൽ വന്നാലും, എന്തിലൊക്കെ ഞാൻ കടന്നുപോയാലും, എൻ്റെ ആത്യന്തിക വിജയം അത് എനിക്ക് തന്നെയാണ്, ദൈവരാജ്യത്തിന് തന്നെയാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെയാണ്, അഭിഷേകമുള്ളവർക്ക് തന്നെയാണ്, ആത്മാവിൽ വസിക്കുന്നവർക്ക് തന്നെയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? നിനക്ക് തന്നെയാണ് ആത്യന്തിക വിജയം. കരമടിച്ച് രാമൻ പറഞ്ഞേ, കരമടിച്ച് ശബ്ദരേ. Oh Jesus, Shampura bala 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 boshavarante. കാഴ്ചപ്പാട് മാറ്റിയ പത്മോസ് കൂടെ വന്ന എല്ലാവരും മരണം കാണുമ്പോൾ ഒരാൾ മാത്രം സ്വർഗം കാണും, ദൈവരാജ്യം കാണും. എങ്ങനെയാണ് അതിന് കഴിഞ്ഞത്? ആത്മാവിന്റെ നിയന്ത്രണം ആ മനുഷ്യന്റെ മേൽ വന്നു. ആത്മാവിൽ ആ മനുഷ്യനായി.
ആമേൻ. ഹി വാസ് ഇൻ സ്പിരിറ്റ്. ആത്മാവുമായി ഐക്യമത്യപ്പെട്ടു. തൻ്റെ സാഹചര്യങ്ങളിൽ ആത്മാവിനെ അനുവദിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് സൂപ്പർ നാച്ചുറൽ വിഷൻസ് ആണ്. സോ സഭയെ ഈ തലമുറയിൽ എല്ലാവരും കാണുന്നതും എല്ലാവരും പറയുന്നതുമല്ല, ദൈവരാജ്യം ആക്യുറേറ്റായി പറയാൻ, സ്വർഗം ആക്യുറേറ്റായി വെളിപ്പെടുത്തുന്നത് കാണുവാൻ, ദൈവത്തിന് സഭയെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിലേക്ക് സഭ മാറുവാൻ, ദൈവത്തിന് താങ്കളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണോ ആ റിയാലിറ്റിയിലേക്ക് മാറുവാൻ, ദൈവത്തിന് താങ്കളെ കുറിച്ചുള്ള പദ്ധതി എന്താണോ അതിലേക്ക് ഷിഫ്റ്റഡ് ആവുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. ബുക്ക് ഓഫ് റെവലേഷൻ നമ്മോട് പറയുന്നു, അല്ല, പരിശുദ്ധാത്മാവ് യോഹന്നാനോട് പറഞ്ഞു, ആത്യന്തിക വിജയം ദൈവരാജ്യത്തിനാണ്. ആത്യന്തിക വിജയം ദൈവരാജ്യത്തിനാണെങ്കിൽ ആത്യന്തിക വിജയം ദൈവത്തിന്റെ മക്കൾക്കാണ്. സമയം നമ്മുടെ മുമ്പിൽ അവസാനിക്കുന്നു. ആമേൻ. നമ്മുടെ ഈ വെളിപ്പാടുകൾ ആമേൻ തുടരും. ഇന്ന് രാത്രി കേട്ട ദൈവശബ്ദം എന്താണ്? ഒരു വലിയ സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്. എന്താണ് ആ ഷിഫ്റ്റ്? എന്താണ് ആ ഷിഫ്റ്റ്? സാഹചര്യത്തിൽ നിന്നും, ശരീരത്തിൽ നിന്നും, ജഡത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ആത്മാവായവനിലേക്ക് ഞാൻ ഐക്യമത്യപ്പെടുന്ന, ഞാൻ അനുവദിക്കുന്ന, എന്നെ തന്നെ കൊടുക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് ഒരു മനുഷ്യന്റെ മേൽ നടക്കുമ്പോൾ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ, സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ, സാഹചര്യങ്ങളെ ജയിക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്ന സ്വർഗീയമായത് അവന്റെ മുമ്പിൽ വെളിപ്പെടും. അവൻ അങ്ങനെ വെളിപ്പെടുന്നവൻ പൈശാചിക മണ്ഡലമല്ല കാണുന്നത്, സ്വർഗരാജ്യത്തിന്റെ മഹത്വം കാണും. ആത്യന്തിക വിജയം ദൈവരാജ്യത്തിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കും. അവൻ മരണത്തിന്റെ താഴ്വര എഴുതി വെക്കുമ്പോഴും അവിടെ അവൻ പറയും, ദിസ് ഈസ് മൈ ഡേ, ദ ഡേ ഓഫ് ദ ലോർഡ്. ഇതെന്റെ കർത്തൃ ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനൊരു ടേണിംഗ് എത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരുമിച്ച് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. അക്ഷരികമായി ഞാൻ വിശ്വസിക്കുന്നു, ചില വീടുകൾ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നു, ചില ഭവനങ്ങൾക്ക് സമാധാനമില്ല, ചില ഭവനങ്ങളിൽ ഐക്യതയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അവർക്കറിയില്ല. നിസ്സാര വാക്കുകളാണ് ഭവനത്തിന്റെ ആത്മീയത തകർക്കുന്നത്, നിസ്സാര കാര്യങ്ങളാണ് വീടിനകത്തുള്ള സമാധാനം തകർക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, എനിക്കൊരു സ്പിരിച്വൽ ട്രെയിനിങ് ഉണ്ടാകാൻ പോകുന്നു, എനിക്കൊരു സ്പിരിച്വൽ ട്രെയിനിങ് ഉണ്ടാകാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ, കണ്ണുകൾ അടച്ച്, അടുത്തിരിക്കുന്നവരെ കരം ചേർത്ത് പിടിച്ച് വിശ്വസിക്കുക. എവിടെയാണ് ഇത് ആരംഭിച്ചത്? ആത്മാവിൽ നിന്നാണ് ആരംഭിച്ചത്. ആത്മാവിൽ നിന്നാണ് ആരംഭിച്ചത്. ആത്മാവിൽ നിന്നാണ് ഈ പ്രവൃത്തി ആരംഭിച്ചതെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ആത്മാവിൽ അത് ആരംഭിക്കട്ടെ, ആത്മാവിൽ അത് ആരംഭിക്കട്ടെ. യോഹന്നാൻ അപ്പോസ്തലൻ മരണത്താഴ്വരയിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ആത്മാവിൽ ടേൺ ചെയ്തതുപോലെ ഇന്ന് രാത്രി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലേക്കൊരു ടേണിംഗ്. പലപ്പോഴും പലതാലും ഞരങ്ങപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സാഹചര്യങ്ങൾ ഞങ്ങളുടെ കാതുകളിൽ പറഞ്ഞ ശബ്ദങ്ങൾക്കകത്ത് തകർന്ന്, ഇനി ഞങ്ങൾക്കൊരു വിടുതലില്ല, ഇനി ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല, ക്രിസ്തുവിലേക്ക് ഞങ്ങൾക്ക് അടുക്കുവാൻ കഴിയുന്നില്ല, ആത്മാവിലേക്ക് ഞങ്ങൾക്ക് വളരാൻ കഴിയുന്നില്ല, അവൻ എവിടെയൊക്കെ ഞാൻ തകർന്നുപോയി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവൻ ദൈവരാജ്യ അനുഭവത്തിലേക്ക്, ജയത്തിലേക്ക്, അൾട്ടിമേറ്റ് വിക്ടറി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡിലേക്ക്, ആ ക്രിസ്തുവിന്റെ വാഴ്ചയിലേക്ക്, ക്രിസ്തുവിന്റെ അധികാരത്തിലേക്ക്, കർത്തൃ ദിവസത്തിലേക്ക് അപ്പാ എന്റെ മക്കളെ അങ്ങ് ടേൺ ചെയ്തിരിക്കുന്ന ഇന്ന് രാത്രി ഈ ഒരു സൂപ്പർ നാച്ചുറൽ ടേൺ, ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ് എല്ലാ മക്കളും അല്പനിമിഷം പ്രവർത്തിച്ചു. എനിക്കിത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞേ, എനിക്കിത് ആവശ്യമുണ്ട്. കാരണം ഞാൻ ആത്മാവിൽ ജീവിക്കുന്നവനാണ്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നവനാണ്, ഞാൻ ആത്മീകൻ. എന്നിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സകലരെയും നിയന്ത്രിക്കട്ടെ. ഏകാന്തതകളെ തകർത്ത് കളയുന്ന ആത്മാവിന്റെ ശക്തി, സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ആത്മാവിന്റെ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവശബ്ദം ഈ പത്മോസിലുണ്ട്. അന്ന് യോഹന്നാനും പത്മോസുമാണെങ്കിൽ ഇന്ന് സഭയും കോവിഡ്-19 അന്ന് മരണത്താഴ്വര എന്ന പത്മോസിലാണ്, ആത്മാവിൽ യോഹന്നാനെങ്കിൽ ഇന്ന് മരണത്താഴ്വര എന്ന കോവിഡ്-19 സഭ. ഇവിടെ ആത്മാവിൽ നമുക്ക് പുറത്തു വരാനുണ്ട്, ഇവിടെ ആത്മാവിന് പ്രവർത്തിക്കാനുണ്ട്.
മകനേ മകളേ ഈ സമയത്തെ വൃഥാവാക്കുക. നമ്മുടെ ഭവനത്തിൽ ദൈവം തന്നിരിക്കുന്ന നിശ്ചയിക്കപ്പെട്ട സമയം നിനക്കായി പീഡഞ്ഞിടുന്നു കാലങ്ങൾ നിനക്കായി തുണയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. മകനേ ഈ വചനത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം ഇവരിൽ ജീവിക്കാൻ തുടങ്ങട്ടെ. ഈ വചനത്തിൽ ഈ മക്കൾ ജീവിച്ചു തുടങ്ങട്ടെ. എല്ലാവരിലും ആ കർത്തൃ ദിവസം വന്നിരിക്കുന്നു. അവരുടെ അപ്പോയിന്റഡ് ടൈമിൽ ദൈവരാജ്യത്തിന്റെ മഹത്വം റിലീസ് ആകട്ടെ. യേശുവേ, ഒരു സ്പിരിച്വൽ ട്രെയിനിങ് ഉണ്ടാകട്ടെ. ആത്മാവായതിലേക്ക്, ആത്മാവിന്റെ ഇഷ്ടത്തിലേക്ക്, ആത്മാവിന്റെ പദ്ധതിയിലേക്ക് സഭ മുഴുവനും ടേൺ ചെയ്യട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സമൂഹവും ആത്യന്തിക വിജയമായ ദൈവരാജ്യത്തിലേക്ക് ടേൺ ചെയ്യട്ടെ. ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ജയകരമായ ജീവിതം